ഹായ്, ഇറ്റ്സ് മീ ബെയർലി ബ്രില്യൻറ്റ്. സോ ഞാൻ ഇന്നൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ബേസിക്കലി ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. പക്ഷേ എനിക്കങ്ങനെ വല്ലാതെ അങ്ങ് സംസാരിക്കാനൊന്നും അറിയില്ല. ബേസിക്കലി ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്. എനിക്കങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിന് മുന്നിൽ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ ഇതുപോലെയൊക്കെ സംസാരിക്കാറുള്ളൂ. ഇനി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ബട്ട് ബേസിക്കലി ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാരണം അങ്ങനെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഇച്ചിരിയും കൂടി ബെറ്റർ ആവുക, ബി ബെറ്റർ അറ്റ്ലീസ്റ്റ് 1% എവറി ഡേ. ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ല എന്താ ചുമ്മാ ഞാൻ തന്നെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. ഇത് ഒരു ഡിജിറ്റൽ ജേർണലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് എത്ര വ്യൂസ് കിട്ടും ഇതൊന്നും ഞാൻ കൺസേൺഡ് അല്ല. പക്ഷെ നമ്മളൊരു കാര്യം നാലാൾക്കാരുടെ മുന്നിൽ പുട്ട് ഔട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ദ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് കാരണമെങ്കിലും ഞാൻ ഇച്ചിരി കൂടി ബെറ്റർ ആവാൻ ശ്രമിക്കും. ഡെയിലി വീഡിയോ ഇടണമല്ലോ എന്ന് ഓർത്തിട്ടെങ്കിലും ഞാൻ എന്നെ തന്നെ ബെറ്റർ ആക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് ബേസിക്കലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ യാ, ദിസ് സീരീസ് ക്യാൻ ബി കോൾഡ് ദ ബെറ്റർ മീ. യു ക്യാൻ ജോയിൻ. ഞാൻ ഒറ്റയ്ക്കല്ല. ഇതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യണം അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണം. ഇതിൽ വെയിറ്റ് ലോസ് അല്ല, വെയിറ്റ് ഗെയിനിങ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ജോയിൻ വിത്ത് മീ. ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ ഞാൻ ഫെയിലായി പോവും, ബട്ട് ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കുറച്ചെങ്കിൽ കുറച്ച് ബെറ്റർ ആവുക. പിന്നെ ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലാത്ത ഒരാളാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം എൻ്റെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല. ഞാൻ അത്ര കൺസേൺഡ് ആയിരുന്നില്ല. ഈ എന്താ പറയുക, മെലിഞ്ഞിരിക്കുന്നത് കാരണം നാട്ടുകാരുടെ ബുള്ളിങ്ങിനേക്കാളും കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കുറേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വീട്ടുകാരും ഓക്കെ കൺസേൺ, അവർക്ക് നമ്മളെ പറ്റിയൊരു കൺസേൺ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ പറയുന്നത്. അപ്പം ഞാൻ അത്ര കോൺഷ്യസ് ആയിരുന്നില്ല. ഞാൻ ഒട്ടും കൺസേൺഡ് ആയിരുന്നില്ല. അവരെന്തേലും പറഞ്ഞോട്ടെ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ബട്ട് ഇപ്പോൾ എന്താ പറയുക, നമുക്ക് തന്നെ ഒരു തോന്നൽ വരുന്നൊക്കെ പറയാറില്ലേ. മുന്നേ ഞാൻ മെലിഞ്ഞിട്ടാണെങ്കിലും അത്യാവശ്യം ഫിറ്റായിരുന്നു. ഫിറ്റ് ഇൻ ദ സെൻസ് ഫിസിക്കലി സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ മനസ്സിലാക്കി സ്ട്രെങ്ത് എന്ന് പറയുന്ന സാധനം ഒട്ടും ഇല്ല. ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്നതൊക്കെ പോട്ടെ, ഞാൻ 50 kg വെയിറ്റാണ്. മൈ ഹൈറ്റ് ഈസ് അറൗണ്ട് 170. അണ്ടർ വെയ്റ്റ് ആണ് നല്ല രീതിക്ക്. അത് ഇപ്പോൾ പെട്ടെന്നൊരു ബോധോദയം എന്നൊക്കെ പറയുന്ന പോലെ വരാൻ കാരണം ഞാൻ റീസെൻ്റ്ലി ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു. ആസ് യൂഷ്വൽ വൈറ്റമിൻ ഡി കുറവാണ്. അതെനിക്ക് തോന്നുന്നു ഒരുവിധം കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആർക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുറവാ, ഹീമോഗ്ലോബിൻ കുറവാ, അതുപോലെ വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ടല്ലോ, B12 കുറവാണ്. സോ ഇതൊക്കെ കുറവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ റിപ്പോർട്ടൊക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒട്ടും കഴിക്കാത്തത് കാരണമാണ് ഇതൊക്കെ കുറവ്. സോ ഞാൻ ട്രൈ ചെയ്യുന്നത് ഒന്ന് ഫിസിക്കൽ ഹെൽത്ത്, ട്രൈ ചെയ്യുന്നതല്ല, ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ഫിസിക്കൽ ഹെൽത്ത്, പിന്നെ ഒന്ന് മെൻ്റൽ ഹെൽത്ത്. കാരണം ഒരു 3 years കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത് എൻ്റെ മെൻ്റൽ ഹെൽത്ത് അടപ്പട്ടലം 3G ആയി കിടക്കുവാണ്. സോ അതൊന്ന് ബെറ്റർ ചെയ്യണം. പിന്നെ എന്താ, ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ബെറ്റർ സ്കിൻ, ബെറ്റർ ഹെയർ. ഇപ്പോൾ എനിക്ക് മുന്നേ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഹെയറൊക്കെ അമ്മമ്മ ഒക്കെ ശ്രദ്ധിക്കുന്നത് കാരണം എനിക്കത്ര ഹെയർ ഫോൾ ഉണ്ടായിരുന്നില്ല, ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കിൻ കെയർ ഞാൻ ചെയ്തിരുന്നില്ല, എന്നാലും എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നാട്ടിൽ നല്ല ശുദ്ധമായ വെള്ളം, പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്ലെക്സ് ചെയ്യുന്നതല്ല, ബട്ട് ഇപ്പോൾ അതുപോലെയല്ല. ഞാൻ നാട്ടിൽ നിന്ന് മാറി ഒരു ജോബൊക്കെ കിട്ടി, അങ്ങനെ മാറി വന്ന സമയത്ത് വെള്ളം മാറി, എല്ലാം മാറി, ഹെയർ ഫോൾ തുടങ്ങി. ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ തലേന്ന് പോകുന്നതിന് മുടി കണ്ടാൽ തോന്നും ഇതിന് മാത്രം മുടി നമ്മുടെ തലയിലുണ്ടോയെന്ന്. അത്തരത്തിൽ ഹെയർ ഫോൾ. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കണം ഹെയർ ഫോള്. പിന്നെ കാലാവസ്ഥ മാറിയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, സ്കിന്നിലിപ്പം ആവശ്യത്തിൽ കൂടുതൽ ബ്രേക്ക് ഔട്ട്സും അതുപോലെ പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഒന്ന് റെഡിയാക്കുക.
ആക്ച്വലി പിമ്പിൾസ് ഉണ്ടാവുക, മെലിഞ്ഞിരിക്കുക, ഇതൊന്നും അത്ര കൺസേൺഡ് ആവേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അൺഹെൽത്തി ആണെങ്കിൽ ഇതൊക്കെ ഒരു കുഴപ്പമാണ്. ബെറ്റർ ചെയ്യുക, മടി പിടിച്ചിരിക്കരുത് എന്നെ പോലെ. അപ്പോൾ ഞാൻ മടി പിടിച്ചിരിക്കുന്ന എനിക്ക് തന്നെ ഞാനൊരു പുഷ് കൊടുക്കുന്നതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞ പോലെ ദിസ് സീരീസ് ക്യാൻ ബി കോൾഡ് എ ബെറ്റർ മീ. ക്യാൻ വി കോൾ ഇറ്റ് എ ബെറ്റർ അസ്? യു ക്യാൻ ഓൾസോ ജോയിൻ. ലൈക്ക് ഇപ്പോൾ കുറേ പേരുണ്ടാവും വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എൻ്റെ കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഈ ജേണിയിൽ അങ്ങ് മുന്നോട്ട് പോകാം. ഞാൻ മാക്സിമം ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നല്ല വ്യൂസിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ ഒരു സമാധാനം, എൻ്റെ ഒരു സന്തോഷം, അതിനു വേണ്ടി ചെയ്യുന്നതാണ്. നോക്കാം നമുക്ക്. ചിലപ്പോൾ ഞാൻ ഇതിൽ ഫെയിലാവും, ചിലപ്പോൾ ഞാൻ ഇതിൽ സക്സസ്ഫുൾ ആവുന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കൂടെ എൻ്റെ മോട്ടോ ഞാൻ പറഞ്ഞില്ലേ, ദ ബെറ്റർ മീ. ഹെൽത്ത് ബെറ്റർ ആക്കുക, ബെറ്റർ സ്കിൻ, ബെറ്റർ ഹെയർ, പിന്നെ ബെറ്റർ മെൻ്റൽ ഹെൽത്ത്. സോ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കമ്മിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാരണമെങ്കിലും ഞാൻ ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. സോ ഞാൻ ഈ ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. പക്ഷേ ചമ്മൽ, മടി, പിന്നെ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട്, അതൊക്കെ കാരണമാണ് ഞാൻ തുടങ്ങാൻ ഇത്രയും ലേറ്റായി പോയത്. ബട്ട് കുഴപ്പമില്ല, ഇപ്പോൾ തുടങ്ങിയല്ലോ. ടുഡേ ഈസ് January 8, 2026. നമുക്കൊരു 1 year കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരു റിവ്യൂ, ഒരു എന്താ പ്രോഗ്രസ് ജേണി അതുപോലെ പറഞ്ഞിടാം. സോ അതുവരെ നമുക്കിനി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഇനിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഈ ജേണിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഡെയിലി ചാനൽ എടുത്ത് നോക്കുക. ഓക്കെ ബൈ. സോ ഞാൻ ഈ ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. പക്ഷേ ചമ്മൽ, മടി, പിന്നെ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട്, അതൊക്കെ കാരണമാണ് ഞാൻ തുടങ്ങാൻ ഇത്രയും ലേറ്റായി പോയത്. ബട്ട് കുഴപ്പമില്ല, ഇപ്പോൾ തുടങ്ങിയല്ലോ. ടുഡേ ഈസ് January 8, 2026. നമുക്കൊരു 1 year കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരു റിവ്യൂ, ഒരു എന്താ പ്രോഗ്രസ് ജേണി അതുപോലെ പറഞ്ഞിടാം. സോ അതുവരെ നമുക്കിനി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഇനിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഈ ജേണിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഡെയിലി ചാനൽ എടുത്ത് നോക്കുക. ഓക്കെ ബൈ.